അത് പബ്ലിക് മണിയാണ്, പൊതുജനത്തിന്റെ പണമാണ്. ഗവൺമെന്റിലേക്ക് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്ത് ഗവൺമെന്റ് അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ധൂർത്താണ്, വകമാറ്റലാണ് LICയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുർ ചെയ്തിരിക്കുന്ന ജനങ്ങളുടെ പണം എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് LICയുടെ സാധ്യതകൾ അതിന് ലാഭമുണ്ടാക്കുകയാണെങ്കിൽ ഈ പോളിസി ഹോൾഡേഴ്സിന് ലാഭവിഹിതമായിട്ട് അവരുടെ വരുമാനം വർദ്ധിക്കും. അപ്പൊ അങ്ങനെ കിട്ടേണ്ട സ്ഥാനത്താണ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കമ്പനിയിൽ LICയുടെ ഫണ്ട് കൊണ്ടുപോയി ലംസമായിട്ട് നോർക്കണം. 39,000 കോടി എന്നാണ് പറയുന്നത്. അത്രയും ഫണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് ഒരുപക്ഷെ ആ സ്വകാര്യ കമ്പനി ഉയർത്തെഴുന്നേറ്റേക്കാം, രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആ രക്ഷപ്പെടൽ എന്നേക്കുമുള്ള ഒരു രക്ഷപ്പെടലല്ല. ഒരുപക്ഷെ ഈ 39,000 കോടി തിരിച്ചു കൊടുക്കാനാകാത്ത പരുവത്തിലേക്ക് വീണ്ടും അത് അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ നഷ്ടങ്ങളിലേക്കും കൂപ്പുകുത്തിപ്പോയി എന്ന് വരാം. അതൊക്കെ കണക്കിലെടുത്ത് ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ്, അതും വികസിത് ഭാരത് എന്ന് എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്യരുതാത്ത ഒരു തെറ്റാണ്, ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നടന്നത്